സിപിഐഎമ്മിനെ ഇനി എം.എ. ബേബി നയിക്കും. സിപിഐഎം ജനറൽ സെക്രട്ടറിയായി എം.എ. ബേബിയെ മധുരയിൽ ചേർന്ന 24-ാം പാർട്ടി കോൺഗ്രസ് തെരഞ്ഞെടുത്തു. 18-അംഗ പി.ബി. പാനലിനും 84-അംഗ കേന്ദ്ര കമ്മിറ്റിക്കും അംഗീകാരമായി. കേരളത്തിൽ നിന്ന് പുതുതായി 3 പേർ സിപിഐഎം കേന്ദ്ര കമ്മിറ്റിയിലെത്തി. ടി.പി. രാമകൃഷ്ണൻ, പുത്തലത്ത് ദിനേശൻ, കെ.എസ്. സലീഖ എന്നിവരാണ് സിസിയിലെത്തിയത്. ഏകകണ്ഠമായാണ് എം.എ. ബേബിയെ ജനറൽ സെക്രട്ടറിയായി സിപിഐഎം പാർട്ടി കോൺഗ്രസ് തെരഞ്ഞെടുത്തത്. ബേബി വരുന്നതിനോട് നേരത്തെ എതിർപ്പുയർത്തിയ ബംഗാൾ ഘടകവും മഹാരാഷ്ട്ര ഘടകവും കേന്ദ്ര കമ്മിറ്റിയിൽ അയഞ്ഞു. ഇതോടെ എം.എ. ബേബിയെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തതായി പിണറായി വിജയൻ സമ്മേളനത്തെ അറിയിച്ചു. 18-അംഗ പോളിറ്റ് ബ്യൂറോയിൽ 8 പേർ പുതുമുഖങ്ങളാണ്. രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന പരിഗണനയിൽ പിണറായി വിജയന് മാത്രം 75 എന്ന പ്രായപരിധിയിൽ ഇളവനുവദിച്ചപ്പോൾ പ്രകാശ് കാരാട്ട, ബൃന്ദ കാരാട്ട, സുഭാഷ് നിയലി, മണിക് സർക്കാർ, സൂര്യകാന്ത് മിശ്ര, ജി രാമകൃഷ്ണൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പി.ബിയിൽ നിന്ന് ഒഴിവായി. അതേസമയം 6 പേരെയും കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പ്രത്യേക ക്ഷണിതമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് 3 പേരെയാണ് 84-അംഗ കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത്. LDF കൺവീനർ ടി.പി. രാമകൃഷ്ണൻ, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശൻ, കെ.എസ്. സലീഖ എന്നിവരെയാണ് പുതുതായി കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത്. പിണറായി വിജയൻ, മുഹമ്മദ് യൂസഫ് തരിഗാമി, P.K. ശ്രീമതി എന്നിവർക്ക് പ്രായപരിധിയിൽ ഇളവ് നൽകി. ഇവർ കേന്ദ്ര കമ്മിറ്റിയിൽ തുടരും. പോളിറ്റ് ബ്യൂറോയിൽ എം.എ. ബേബിയെ എതിർത്ത പശ്ചിമ ബംഗാൾ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം തന്നെയാണ് കേന്ദ്ര കമ്മിറ്റിയിൽ എം.എ. ബേബിയുടെ പേര് പറഞ്ഞത്. കേന്ദ്ര കമ്മിറ്റിയിൽ കൂടുതൽ പ്രാതിനിധ്യം കിട്ടിയെന്നത് കേരളത്തെ സംബന്ധിച്ച് നേട്ടമാണ്. പക്ഷേ പോളിറ്റ് ബ്യൂറോയിൽ തമിഴ്നാടിന് അധികമായി ഒരാളെ കിട്ടിയപ്പോൾ കേരളത്തിന് കിട്ടിയതുമില്ല. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, മധുര.